ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. നമ്മുടെ SSC സ്റ്റെനോഗ്രാഫർ 2024 ടയർ 1 റിസൾട്ട് ഔട്ടായ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ നിങ്ങൾ എല്ലാവരും റിസൾട്ട് ചെക്ക് ചെയ്തെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനിയും ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ മെറിറ്റ് ലിസ്റ്റിൻ്റെ PDF ഷെയർ ചെയ്തിട്ടുണ്ട്. ഗ്രേഡ് സിയും ഗ്രേഡ് ഡി പോസ്റ്റുകളിലേക്കുമാണ് സ്റ്റെനോഗ്രാഫർ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ നെയിം ആ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം ഇനി വരാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റേജ് ആണ്. കാരണം ടയർ 2 ഉണ്ട്, നമുക്ക് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ നെയിം ആണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്കിൽ ടെസ്റ്റിന് വേണ്ടിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും സ്റ്റെനോഗ്രാഫറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ SSC സ്റ്റെനോഗ്രാഫർ നോർമലി വിളിക്കാറുള്ളത് ഗ്രേഡ് സിയും ഗ്രേഡ് ഡി പോസ്റ്റുകളിലേക്കുമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈ 2006 വാക്കൻസിയാണ് ടോട്ടലി വിളിച്ചിട്ടുണ്ടായിരുന്നത്. എക്സാം നടന്നത് ഡിസംബർ 10-11 സമയത്തിലേക്കാണ്. ഡിസംബർ 10-11 എക്സാം നടന്നത്. 2006 വാക്കൻസിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തത്. ടയർ 1 എക്സാം എന്ന് പറയുന്നത് CBT ബേസ്ഡ് എക്സാമിനേഷൻ ആയിരുന്നു. 200 മാർക്കിനായിരുന്നു ടോട്ടൽ എക്സാമിനേഷൻ നടത്തിയത്. ഈ എക്സാമിനേഷനിൽ ടയർ 2ലേക്ക് ക്വാളിഫൈ ചെയ്ത ആൾക്കാർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 35,955 പേരാണ് സെലക്ട് ആയിട്ടുള്ളത്. ടോട്ടൽ എത്ര പേര് സെലക്ട് ആയി? 35,000+ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ആയിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ ഗ്രേഡ് സി പോസ്റ്റുകളിലേക്ക് 9,345 പേരും നമ്മുടെ ഗ്രേഡ് ഡി പോസ്റ്റുകളിലേക്ക് 26,610 ആൾക്കാരുമാണ് സെലക്ട് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ടോട്ടൽ 35,000+ ആൾക്കാർ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അതിൽ 9,000+ ആൾക്കാരും ഗ്രൂപ്പ് സിയിലേക്കും ഗ്രൂപ്പ് ഡിയിലേക്ക് 26,000+ ആൾക്കാരുമാണ് സെലക്ട് ആയെന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക. എത്ര വേക്കൻസി ആയിരുന്നു? 2006 വാക്കൻസി ആണെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതനുസരിച്ചായിരിക്കും വീണ്ടും എന്ത് ചെയ്യുന്നത്, സ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു കട്ട് ഓഫ് ഇട്ടിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ എന്തായാലും മെറിറ്റ് ലിസ്റ്റും കട്ട് ഓഫും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ കട്ട് ഓഫിൻ്റെ ഡീറ്റെയിൽസ് എത്രയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഗ്രേഡ് സിയിലേക്കുള്ള കട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UR കാൻഡിഡേറ്റ്സിന് വന്നിട്ടുള്ളത് 148 ആണ്. 148, അത്യാവശ്യം 200-ൽ 148 എന്ന് പറയുന്ന ഒരു മാർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം മാർക്ക് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം ഇത്രയും വാക്കൻസി കുറഞ്ഞു വന്നതുകൊണ്ടാണ് കട്ട് ഓഫ് ഇത്രയും കൂടാനുള്ള കാരണം. ഇനിയും സ്കിൽ ടെസ്റ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. കാരണം വീണ്ടും എന്താണ്, എലിമിനേഷൻ നടക്കുന്ന ഒരു പ്രൊസീജിയർ ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് UR EWS OBC കാൻഡിഡേറ്റ്സിന് ഏകദേശം 148.57 എന്നുള്ളൊരു റേഞ്ചിലാണ് കട്ട് ഓഫ് വന്ന് നിൽക്കുന്നത്. അതുപോലെ SC കാൻഡിഡേറ്റ്സിന് 138, STക്ക് 114 വന്നത്. 100+120+ എന്നുള്ള റേഞ്ചിൽ തന്നെയാണ് ബാക്കി എല്ലാവർക്കും വന്നിട്ടുള്ളത്. പിന്നെ വരുന്ന PWD കാൻഡിഡേറ്റ്സിനൊക്കെ ഏകദേശം 40, 77, 40, 108 എന്നുള്ള ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക. കാൻഡിഡേറ്റ്സ് എത്ര പേര് അവൈലബിൾ ആണെന്നും പറയുന്നുണ്ട്. SCയിൽ 138 മേളിൽ കിട്ടിയ ഏകദേശം 1,540 ആൾക്കാരുണ്ട്. അതുപോലെ STയിൽ 114 മുകളിൽ കിട്ടുന്ന 942. ഇങ്ങനെ അത്യാവശ്യം കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ആയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് 9,345 പേരാണ് ഗ്രേഡ് സി പോസ്റ്റുകളിലേക്ക് അങ്ങനെ ഓരോ കാറ്റഗറിയിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നത്, സെലക്ട് ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 2,650 പേര് OBCയിൽ നിന്നാണ് സെലക്ട് ആയിട്ടുള്ളത്. 148 കൂടുതൽ മാർക്ക് മേടിച്ചു കേട്ടോ. എന്തായാലും നമ്മുടെ ഗ്രേഡ് സി പോസ്റ്റുകളിലേക്ക്, സ്റ്റെനോഗ്രാഫറിൻ്റെ തന്നെ ഗ്രേഡ് ഡി പോസ്റ്റുകളിലേക്ക് എത്രയാണ് കട്ട് ഓഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ URന് 130 ആണ് കേട്ടോ. എപ്പോഴും ഗ്രൂപ്പ് സി പോസ്റ്റുകൾ കുറച്ച് എന്താണ് ലെവൽ കൂടിയ പോസ്റ്റ് ആയത് കൊണ്ട് തന്നെ അതിൻ്റെ കട്ട് ഓഫ് അത്യാവശ്യം ഉയർന്നാണ് വരുന്നത്. ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലേക്ക് കുറച്ചും കൂടെ കട്ട് ഓഫ് കുറഞ്ഞാണ് വരുന്നത്. UR കാൻഡിഡേറ്റ്സിൽ 130 ഉള്ളവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് പാസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ URന് 130, EWSന് 117, OBCക്കും 130 തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഏകദേശം 9.3 എന്ന് പറയുന്ന ഒരു പോയിന്റ് വ്യത്യാസത്തിലേക്കൊക്കെയാണ് അത് വന്നിരിക്കുന്നത് കേട്ടോ. URന് 130, OBCക്ക് 130, അതുപോലെ EWSന് 117, SCക്ക് 109, STക്ക് 85 ആണ് കേട്ടോ. അപ്പോൾ ഗ്രേഡ് ഡിയുടെ വാക്കൻസി ആ ഒരു കട്ട് ഓഫ് റേഞ്ച് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കട്ട് ഓഫ് ആവറേജ് ലെവലിൽ ഒരു 100+ എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ ഗ്രൂപ്പ് ഡി പോസ്റ്റ് ആകുമ്പോൾ എന്താണ് ഏകദേശം 120, 130 റേഞ്ചിനകത്ത് വരുന്നുണ്ട്. അതേസമയം ഗ്രൂപ്പ് സി പോസ്റ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല 140+ എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പഠിക്കുന്നവർ കൃത്യമായി തന്നെ പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക കേട്ടോ.
ഇനി അടുത്ത് നമുക്കറിയാം സ്റ്റെനോഗ്രാഫറിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ടയർ 1 ആണ് CBT എക്സാമിനേഷൻ, ഓൺലൈൻ നമ്മുടെ CBT എക്സാമിനേഷൻ റിട്ടൺ എക്സാമിനേഷൻ പോലെ ചെയ്യുന്നതാണ്. അതിൽ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് OMR ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിലെന്താണ് CBT ആണ് നമ്മൾ എഴുതി 200 മാർക്കിന് ഇത്രയും മാർക്ക് മേടിച്ചിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റേജ് എന്താണ്, നമ്മുടെ ഷോർട്ട് ഹാൻഡ് സ്കിൽ ടെസ്റ്റ് ആണ്. കാരണം നിങ്ങൾക്ക് അറിയാം സ്റ്റെനോഗ്രാഫറിന്റെ ജോലി തന്നെ എന്താണ്, ഈ പറയുന്ന ഷോർട്ട് ഹാൻഡ് സ്കിൽ ടെസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ജോബാണ്, ടൈപ്പിംഗ് ജോബാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് ഹാൻഡ് സ്കിൽ ടെസ്റ്റ് നിങ്ങൾ പാസ്സാവണം. അതിന് 2 കണ്ടീഷൻസ് ആണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ മെത്തേഡ്, കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്ന ഒരു മെത്തേഡും അതുപോലെ ഡിക്റ്റേഷൻ മെത്തേഡും. ഡിക്റ്റേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഹാൻഡ് നോട്ട് പാഡിൽ എഴുതി കാണിക്കാനുള്ള ഒരു മെത്തേഡ്. തരുന്ന ഒരു പാരഗ്രാഫിന് ഒന്ന് ഡിക്റ്റേറ്റും ചെയ്യണം, ഒന്ന് എന്ത് ചെയ്യുക, ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുകയും വേണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു 2 സ്റ്റേജ് ആണ് നിങ്ങളുടെ മുന്നിൽ ഇനിയുള്ളത്. അപ്പോൾ എക്സാം ഉടനെ വിളിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ടൈം എടുത്ത ഒരു 2 മന്ത്സിൻ്റെ ഒരു ഗ്യാപ്പെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ടായിരിക്കും എക്സാം നടത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയായിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഷോർട്ട് ഹാൻഡ് ടെസ്റ്റിന് വേണ്ടി പഠിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പോവുക. പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക, അതിനൊന്ന് ക്ലിയർ ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഷോർട്ട് ഹാൻഡ് സ്കിൽ ടെസ്റ്റ് ആണ് വരുന്നത്. ട്രാൻസ്ക്രിപ്ഷനും ഉണ്ട്, ഡിക്റ്റേഷനും ഉണ്ട്. അതിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഡിക്റ്റേഷൻ ആണ് ഫസ്റ്റ് വരുന്നത്. ഡിക്റ്റേഷൻ ഒരു പാരഗ്രാഫ് തരും, അതിന് എന്ത് ചെയ്യുക, സ്റ്റെനോയുടെ ലാംഗ്വേജിലേക്ക് മാറ്റി എഴുതുക. നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ലാംഗ്വേജ് ആണ്, ആ ലാംഗ്വേജിലേക്ക് മാറ്റണം. അതിൽ ഗ്രേഡ് C പോസ്റ്റുകാർക്ക് എത്രയാണ്, 100 വേർഡ്സ് പെർ മിനിറ്റ് ആണ്, 10 മിനിറ്റിലാണ് കേട്ടോ. 100 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ 10 മിനിറ്റ്സ് ആണ്. 100 വേർഡ്സ് പെർ മിനിറ്റ് ആണ് അടിക്കേണ്ടത്. എപ്പോഴും മിസ്റ്റേക്സുകൾ വരുത്താതെ മാക്സിമം അടിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഏകദേശം 40 ബിലോ മിസ്റ്റേക്സേ വരാവൂ, 40-ൽ കുറവ് മിസ്റ്റേക്സ് ആണ് നിങ്ങൾ വരുത്തേണ്ടതെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്നെങ്കിൽ ഇതൊക്കെ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് ഹാൻഡ് സ്കിൽ ടെസ്റ്റ് ക്വാളിഫയിങ് നേച്ചറാണ്. നിങ്ങൾ ഇത്രയും സമയം കൊണ്ട് ഇത് ചെയ്ത് തീർക്കണം, കംപ്ലീറ്റ് ചെയ്യണം, വിത്തൗട്ട് എനി എന്താണ് കൂടുതൽ എറർ ഇല്ലാണ്ട് തന്നെ ചെയ്ത് തീർക്കാനുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. ഗ്രേഡ് സിക്ക് ആണെങ്കിൽ 100 വേർഡ്സ് പെർ മിനിറ്റ് ആണ്, ഇൻ 10 മിനിറ്റ്സ്. അതുപോലെ എന്താണ് ഈ പറയുന്ന സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡിക്ക് ആണെങ്കിലോ 80 വേർഡ്സ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. 80 ആണ് പറയുന്നത്, 80 10 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ടൈം വരുന്നത്, 80 വേർഡ്സ് പെർ മിനിറ്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായി തന്നെ ശ്രദ്ധിച്ചു പോവുക. 100 വേർഡ്സ് പെർ മിനിറ്റും ഗ്രൂപ്പ് ഡിക്ക് ആണെങ്കിൽ 80 വേർഡ്സ് പെർ മിനിറ്റും. ഇനി ഇതാണ് ഡിക്റ്റേഷൻ. നമ്മൾ ആ ഒരു ലാംഗ്വേജിൽ നോട്ട് പാഡിൽ എഴുതി കാണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു പേപ്പർ, ഒരു ബുക്ക് തരും ഷോർട്ട് ഹാൻഡിൻ്റെ, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ലിപിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ്, ആഫ്റ്റർ ടേക്കിംഗ് ഡൗൺ ദ ഷോർട്ട് ഹാൻഡ് നോട്ട്സ്, ഈ നോട്ട് നമ്മൾ എഴുതിയെടുത്തതിന് ശേഷം കാൻഡിഡേറ്റ് വിൽ ഹാവ് ടു ട്രാൻസ്ക്രൈബ് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ. ഇതെന്താണ്, ട്രാൻസ്ക്രൈബ് ദ സെയിം, ഈ എഴുതി വെച്ചിരിക്കുന്ന സാധനം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് അടുത്ത് കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്യണം. എങ്ങനെ, ഈ പറയുന്ന ഷോർട്ട് ഹാൻഡ് മെത്തേഡിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. അതിൽ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡിയിൽ ഇംഗ്ലീഷാണ് നിങ്ങളുടെ എപ്പോഴും നമ്മളിപ്പോൾ എന്താണ് ഇംഗ്ലീഷ് ചൂസ് ചെയ്തോളൂ. ഹിന്ദിയും ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, നമ്മൾ ഇംഗ്ലീഷ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷിന് എത്രയാണ്, 50 മിനിറ്റിൻ്റെ ടൈം ഡ്യൂറേഷനിലാണ് നിങ്ങളിത് ഇത്ര എന്ത് ചെയ്യേണ്ടത്, ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് അത് എന്ത് ചെയ്യേണ്ടത്, ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് കേട്ടോ. അതുപോലെ ഗ്രൂപ്പ് നമ്മുടെ സി ആണെങ്കിൽ, അതായത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആണെങ്കിൽ ഇംഗ്ലീഷിന് എത്രയാണ്, 40 മിനിറ്റ് ആണെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡി ആണെങ്കിൽ 50 മിനിറ്റും സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആണെങ്കിൽ 40 മിനിറ്റും തരും. ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് തിരിച്ച് ട്രാൻസ്ക്രൈബ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് ആക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ടൈം ഡ്യൂറേഷൻ ഫോർ കാൻഡിഡേറ്റ് ഹു ആർ അലൗഡ് ടു സ്ക്രൈബ് ഉള്ളവർക്കാണെങ്കിൽ പ്രത്യേകം ടൈം കണ്ടീഷനുണ്ട്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡിക്ക് ആണെങ്കിൽ 70 മിനിറ്റ് സ്ക്രൈബ് ഉള്ളവർക്കാണെങ്കിൽ, അതുപോലെ ഗ്രേഡ് സിക്ക് ആണെങ്കിൽ 55 മിനിറ്റും ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും മെറിറ്റ് ലിസ്റ്റിൽ നെയിം ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത സ്റ്റേജിലേക്കുള്ള പ്രൊസീഡിങ്സ് കൃത്യമായിട്ട് തന്നെ നടത്താനായിട്ട് നോക്കുക. അപ്പോൾ നന്നായിട്ട് പഠിച്ച് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുക. ഇനി അടുത്ത സ്റ്റെനോഗ്രാഫറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. കാരണം എപ്പോഴും കട്ട് ഓഫ് ഉയർന്നായിരിക്കും സ്റ്റെനോഗ്രാഫറിനൊക്കെ വരുന്നത്. കാരണം സബ്ജക്റ്റ് വൈസ് ആയാലും അതിൻ്റെ കാര്യം കുറച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കണം. ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റ്, GK പോലുള്ള സബ്ജക്റ്റാണ് അതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏറ്റവും മാക്സിമം ആയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് റേഞ്ച് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എപ്പോഴും ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾക്കാണെങ്കിൽ കുറച്ച് കട്ട് ഓഫ് നമുക്ക് എന്താണ് കുറഞ്ഞായിരിക്കും വരുന്നത്. ഏകദേശം എന്നാലും 130ഓളം മാർക്ക് നിങ്ങൾ മേടിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതേസമയം ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കാണെങ്കിൽ ഏകദേശം 150 റേഞ്ചിൽ നിങ്ങൾ പഠിക്കാൻ തന്നെ ശ്രമിക്കണം കേട്ടോ. 150+ എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അത്രയും കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ നോക്കുന്നത്. അപ്പോൾ ടയർ 2ലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെതായ കൃത്യമായ രീതിയിൽ തന്നെ ആ ബേസിൽ തന്നെ കവർ ചെയ്യാനായിട്ട് നോക്കുക. ടൈം ലിമിറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ ടൈം ഇതുവരെ അനൗൺസ്
ചെയ്തില്ല എന്നും പറഞ്ഞ് പഠിക്കാണ്ടിരിക്കരുത്. സ്കിൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്